ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പുനലൂർ മർച്ചന്റ്സ് ചേംബർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രകടനവും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യാപാരി സംരക്ഷണ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അത് ഫെബ്രുവരി 13 തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഫെബ്രുവരി 13 കേരളം മൊത്തം കടയടച്ചു പുത്തരിക്കണ്ടം മൈതാനിയിൽ എത്തിച്ചേരുന്നു. ഏകദേശം 5 ലക്ഷം പേരൊപ്പിട്ട നിവേദനം ഗവൺമെൻറ് സമർപ്പിക്കുന്നുണ്ട്. നിരവധി പരാതികൾ ഒരു വർഷമായിട്ട് കൊടുക്കുന്നുണ്ട് വ്യാപാര മേഖലയിലെ പ്രതിസന്ധിയുമായിട്ട്. അതിനൊന്നും ഒരു പരിഹാരം കാണാത്തത് കൊണ്ടാണ് പെട്ടെന്ന് സംസ്ഥാന കമ്മിറ്റി ഇങ്ങനൊരു തീരുമാനമെടുത്തതും അത് 14 ജില്ലകളിലൂടെ കടന്നു പോകുന്നു. അതിനോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രാദേശിക തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പ്രാദേശിക തലത്തിലും സമരം നടക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രധാനമായും പുനലൂർ നഗരസഭയിലെ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുനലൂർ പട്ടണത്തിലെ വ്യാപാര തകർച്ച, ആ തകർച്ച എന്തുകൊണ്ട് പുനലൂർ പട്ടണത്തിൽ ഉണ്ടായി എന്നൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നാളിതുവരെയുള്ള മുനിസിപ്പാലിറ്റിയുടെ പല നിവേദനങ്ങൾ കൊടുത്തിട്ടും നടക്കാത്ത ചില വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി 6-ാം തീയതി രാവിലെ 9:30 മണിക്കൊരു പ്രതിഷേധ പ്രകടനവും 10 മണിക്കൊരു ധർണയും നഗരസഭാ കവാടത്തിൽ നടത്തുന്നുണ്ട്. ഇതിന് മുന്നോടിയായി 29-ാം തീയതി ഞങ്ങൾ നിവേദനമൊക്കെ നൽകി. നഗരസഭയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, ലൈസൻസ് ഉള്ള വ്യാപാരികൾക്ക് ഇപ്പം ഒരു സ്ഥാപനം നടത്താൻ പറ്റാത്ത നിലയിലേക്ക് ഭീമമായ തൊഴിൽ നികുതി, കെട്ടിട നികുതി, ലൈസൻസ് ഫീസ്, യൂസർ ഫീയുടെ പ്രശ്നങ്ങളുണ്ട്. എല്ലാ വർഷവും കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നെ പ്രാദേശിക തലത്തിലുള്ള ഇത്രയേറെ നികുതികളെല്ലാം അടച്ചിട്ടും നഗരസഭ നന്നാവുന്നുമില്ല. ഈ വ്യാപാരികളെ, ഈ സംരംഭകരെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയും സർക്കാരിനോ നഗരസഭയ്ക്കോ ഇല്ല. ഇത്രയൊക്കെ ചെയ്ത് ടാക്സ് അടച്ചിട്ടും വ്യാപാരികൾക്കൊരു സേവനവും ചെയ്യുന്നു. പ്രധാനമായും പുനലൂർ പട്ടണത്തിലെ വ്യാപാര തകർച്ചയാണ്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കഴിഞ്ഞ 10-20 വർഷമായിട്ട് പുനലൂർ നഗരസഭയിൽ നടക്കുന്ന അനവധി പ്രശ്നങ്ങളാണ്. അനവധി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് 10-25 വർഷമായിട്ട് പ്രശ്നമാണ്, നടക്കുന്നില്ല. സ്റ്റേഡിയത്തിൻ്റെ കാര്യം, ഇൻഡോർ സ്റ്റേഡിയം 6 മാസം കൊണ്ട് 7 നില കെട്ടിടത്തിലെ വ്യാപാരികളെ ഒഴിപ്പിച്ച് 6 മാസത്തിനകം പണിഞ്ഞ് തിരികെ തരാമെന്ന്. ഇപ്പോൾ 7 വർഷമായി. മാർക്കറ്റിൽ തന്നെ നമ്മൾ ബിൽഡിംഗ് കെട്ടാനായിട്ട് നമ്മളെല്ലാം കച്ചവടക്കാരുടെ കമ്മിറ്റി വിളിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അതിൻ്റെ അകത്ത് കുറേ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ വിഷയമെന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റ് ക്രമീകരണം വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം. അതിനോടൊപ്പം തന്നെ തുടങ്ങി വെച്ചവയെല്ലാം പൂർത്തീകരിക്കും. അല്ലാതെ മാർക്കറ്റ് പൊളിച്ചിട്ട് 25 വർഷം കഴിഞ്ഞ് ഇതിലൊരു കച്ചവടക്കാരന് അവിടെ ഈ എടുക്കാൻ കാണത്തില്ല. അതുമല്ല, നമുക്ക് പരമ്പരാഗതമായ മാർക്കറ്റ് വേണം. മീന്, ഇറച്ചി, ഇതെല്ലാം വട്ടി, കൊട്ട, ചട്ടിയൊക്കെ വിൽക്കുന്ന കണക്കില്ല. പത്തനാപുരത്ത് കെട്ടിയ കണക്ക് കെട്ടാനാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന്. പത്തനാപുരത്ത് നമുക്കറിയാം 7 വർഷം 8 വർഷമായി. ഇപ്പോഴും മഴ പെയ്താൽ ഒരാൾക്കൊക്കത്തിൽ വെള്ളമായി. വേണ്ട മാസം എത്രയോ 1000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു കെട്ടിടം കെട്ടി വെച്ച് 2-ാം നിലയിൽ പോയി ആരെങ്കിലും തേങ്ങ മേടിക്കാൻ പോകും, വടകൾ കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ പട്ടണത്തിൽ ആളുകൾ വരാതായിപ്പോയി. എല്ലാം ഇപ്പം 4 മണി കഴിഞ്ഞാൽ എല്ലാ കച്ചവടക്കാരും, മത്സ്യ കച്ചവടക്കാരും ഉന്തുവണ്ടി പുറത്താണ്. സ്ലാട്ടർ ഹൗസ് പൊളിച്ചിട്ട് 12 വർഷമായിരുന്നു. ഇറച്ചിക്കട പൊളിച്ചിട്ടു, മത്സ്യക്കച്ചവടം പൊളിച്ചിട്ടു, ഇതുവരെ തിരിച്ചു പണിഞ്ഞില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ബിസിനസ് എല്ലാം ഔട്ടറിൽ പോയി. സ്ലാട്ടർ ഹൗസ് ഇല്ലാതെ പുനലൂർ നഗരസഭയിൽ ഇറച്ചിക്കച്ചവടം അങ്ങനെ നടക്കും. ഞായറാഴ്ച ദിവസം എനിക്ക് തോന്നുന്നു 20 വാർഡിലും ഇറച്ചിക്കച്ചവടമുണ്ട്.
ഇതിനാകെ കാശ് മേടിക്കും. എങ്ങനെ ഹൈക്കോടതിയുടെ ഓർഡറോ അല്ലെങ്കിൽ നഗരസഭ ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശം വെച്ച് ഇറച്ചിക്കട ഈ വാർഡുകളിൽ എങ്ങനെ നടത്തും? അവർ സർട്ടിഫിക്കറ്റ് മേടിച്ച് വെച്ചേക്കുന്ന എൻ്റെ അറിവിൽ ഇന്ന് ഒരാൾ പറഞ്ഞ് കുളത്തോപ്പുഴ സ്റ്റാർട്ടർ ഹൗസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് അടിച്ച് എല്ലാവരും കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന്. കുളത്തോപ്പുഴയിൽ നിന്ന് കായംകുളത്ത് അതും പറ്റത്തില്ല. ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ ഈ അറവ് മാടുകളെ കണ്ട് സീലടിച്ച് കൊടുക്കണം. നമ്മൾ അതിലൊക്കെ വിഷയം ഉണ്ടാക്കിയ വലിയ വിഷയത്തിലോട്ട് പോകും. അതുകൊണ്ട് എനിക്കൊന്ന് 20 ഇറച്ചിക്കട, അതും നെല്ലിപ്പള്ളി പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ പാറയും പൊടിയും കാണുന്നത് ഓപ്പണായിട്ടാണ്. മാർക്കറ്റിലോട്ട് ഇതുകൊണ്ട് ഇപ്പോൾ ഒരു മനുഷ്യനും വരുന്നില്ല. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കാസർഗോഡിൽ നിന്നും തുടങ്ങി വെച്ചിരിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര 13-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തീരുന്നതോടുകൂടി ഒന്നിച്ച് തന്നെ ഉടനീളം കേരളത്തിലുടനീളമുള്ള 5 ലക്ഷം വ്യാപാരികളിൽ നിന്ന് ഒപ്പിട്ട നിവേദനവും അന്ന് അവിടെ സമർപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന ഭാഗമൊന്നും എല്ലാ കടകളും അടച്ച് അതിനോട് സഹകരിക്കുകയാണ്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നികുതി പിരിച്ച് യാതൊരു പ്രതിഫലവും വാങ്ങിക്കാതെ നികുതി പിരിച്ച് ഖജനാവിൽ അടയ്ക്കുന്ന ഒരു വിഭാഗമാണ്. അതിനുവേണ്ടി ഒരു പൈസ പോലും ഗവൺമെന്റിൽ നിന്ന് വ്യാപാരികൾക്ക് വേണ്ടി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വേറെ ഏത് മേഖലയിലും വില്ലേജില്, മുനിസിപ്പാലിറ്റിയില്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ എത്ര ലക്ഷം പിരിക്കുന്നോ അതിനോടൊപ്പം തന്നെ വരുന്ന ശമ്പളവും കൊടുത്താണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും ഇല്ലാതെ പിരിച്ചെടുക്കുന്ന ഇത്രയും വരുമാനം പത്രത്തിൽ കഴിഞ്ഞ ആഴ്ചയും വരികയുണ്ടായി. GST വരുമാനം കഴിഞ്ഞ കൊല്ലത്തെക്കാളും കഴിഞ്ഞ മാസത്തെക്കാളും ഇത്ര കോടി വരുമാനം കൂടുതലെന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതെതിരെയാണ് വരുന്നത്. അത് മുഴുവൻ ഈ ചെറുകിട വ്യാപാരികളിലൂടെ തന്നെയാണ്. അങ്ങനെ വരുന്ന ഈ വ്യാപാരി സമൂഹത്തെ അത് നോക്കിക്കാണാതെ അവരുടെ അവശതകളെ പറയുമ്പോൾ അത് പരിഗണിക്കാതെ തള്ളിക്കളയുന്ന ഈ മാർഗത്തിൽ നിന്ന് പിന്മാറി ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടി, ശല്യം ഉണ്ടാക്കാതെ ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രചരണ മാധ്യമങ്ങളിലൂടെ ചെയ്ത് പ്രസ് ക്ലബ്ബുകളും ഈ ഭാരവാഹികളും എല്ലാവരും സഹകരിക്കണമെന്നാണ് സംഘടനയ്ക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. ചൊവ്വാഴ്ച 10-നാണ് ധർണ. പുനലൂർ ചന്ത പരമ്പരാഗത രീതിയിൽ പുനർനിർമ്മിക്കുക, മാലിന്യം ദിനംപ്രതി നീക്കം ചെയ്യുക, അനധികൃത വ്യാപാരം അവസാനിപ്പിക്കുക, മാലിന്യ നീക്കം ആവശ്യമില്ലാത്ത കടകളെയും വീടുകളെയും യൂസർ ഫീയിൽ നിന്ന് ഒഴിവാക്കുക, തൊഴിൽ നികുതിയിൽ നിന്ന് മുതിർന്ന വ്യാപാരികളെ ഒഴിവാക്കുക തുടങ്ങിയ 13 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തുക. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് S. നൌഷറുദ്ദീൻ, ജനറൽ സെക്രട്ടറി PC. കുര്യാക്കോസ്, യുവജന വിഭാഗം പ്രസിഡന്റ് G. അനീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.